ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ കസിൻ്റെ വീട്ടിൽ അബുദാബിക്ക് പോവാണ്. അപ്പോൾ അബുദാബിക്കുള്ള യാത്രയിലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും അല്ലേ, ഗ്യാസ് ഓഫ് ചെയ്തോ ലൈറ്റ് ഓഫ് ചെയ്തോ എന്നൊരു ചോദ്യം. ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നാലും കൂടെയുള്ളവരും കൂടെ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം. അതിനു വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. അങ്ങനെ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും യാത്ര പോവുക, നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പം അതുപോലെ ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ മക്കൾക്ക് അവിടെയും ഒരു മോളും മോനാണ്. അപ്പോൾ അവർക്ക് കമ്പനി അടിക്കാൻ അവരുണ്ട്. പിന്നെ ചേട്ടനുണ്ട്, വിജയേട്ടന് ചേട്ടനുണ്ട്, പിന്നെ ചേച്ചിയും ഞാനും ഉണ്ട്. അപ്പം എല്ലാവർക്കും അവരവരുടേതായ പേരുകളുണ്ട് അവിടെ എല്ലാവരും. അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളും പോകുന്നത്. അപ്പോൾ നമുക്കിനി ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്രയിലുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. എല്ലാവരും ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ കാറിൽ കയറിയ ഷൂ ഒക്കെ ഒരു സൈഡിലിട്ട് കംഫർട്ടായി ഇരുന്ന് പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങളും യാത്ര തുടങ്ങാണ് കേട്ടോ. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ നേരെ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ എല്ലാം ഒരേ ഹൈറ്റിലും ഒരേ കളറിലും ഉള്ള ബിൽഡിങ്ങുകളാണ്. ഇത് ഷെയ്ഖ് കോളനി എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയാറുണ്ട് നമുക്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഫുൾ സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റ്സും മെഡിക്കൽ ഷോപ്പുകളും ക്ലിനിക്കുകളും തയ്ക്കാൻ കൊടുക്കുന്ന കടയും തുണിക്കടകളും അങ്ങനെയൊക്കെ നമ്മളൊരു തൃശ്ശൂർ റൗണ്ടിലോട്ട് ഇറങ്ങിയാൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കൂടുതൽ താമസിക്കുന്നതും ഇന്ത്യൻസാണ്. അതിൽ മലയാളികൾ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി യാത്രയിലുടനീളം നമ്മൾ ഒരുപാട് മെട്രോ സ്റ്റേഷനുകൾ ഇതിലെ കടന്നു പോകും. എല്ലാ മെട്രോ സ്റ്റേഷനുകൾക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഗോൾഡൻ കളറും ഈ ബ്ലൂ കളറിൽ തന്നെയാണ് എല്ലാ മെട്രോ സ്റ്റേഷനും. പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാ മെട്രോ സ്റ്റേഷനും ഒരേപോലെ തോന്നും. പക്ഷേ അതിൻ്റെ അകത്തത്തെ തീമുകളിലും കളറുകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പല മെട്രോ സ്റ്റേഷനും പല പോലെയാണ് കേട്ടോ. നമ്മളിന്ന് വർക്കിംഗ് ഡേ ആണ് സഞ്ചരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുള്ളത് കൊണ്ട് സ്കൂൾ ടൈമോ ഓഫീസ് ടൈമുകളോ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് ട്രാഫിക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ സുഖമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അബുദാബിക്ക് നമ്മുടെ ഇവിടെ നിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് നമുക്ക് 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് സമയം എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഇവിടെയുള്ള യാത്രകളിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരാളെടുത്ത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എത്ര കിലോമീറ്ററാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിലോമീറ്റർ കണക്കിൽ ആർക്കും ഇവിടെ അത്ര അറിയില്ല. ആരും അത് യൂസ് ചെയ്യാറുമില്ല. എത്ര കിലോമീറ്റർ എന്ന് പറയാറുമില്ല. നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ, ഓക്കെ എത്ര കിലോമീറ്റർ ഉണ്ട്, 50 കിലോമീറ്റർ ആണ്, 75 കിലോമീറ്റർ ആണ് എന്നൊക്കെ പറയില്ലേ. ഇവിടെ നമ്മൾ എപ്പോഴും സമയം വെച്ചാണ് പറയുക. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 അവർ 30 മിനിറ്റ്സ് എപ്പോഴും ടൈമിലാണ് ഇവിടെ എപ്പോഴും ഡിസ്റ്റൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുന്നത് എനിക്കറിയാം. പക്ഷേ എനിക്ക് അറിയില്ല ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ആണെന്ന്. അപ്പോൾ ഞാൻ വിജയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ വിജയുടെ എന്നോട് പറയുക ചെയ്തത് 150 കിലോമീറ്റർ എന്ന്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിജയുടെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു വശത്തു കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഫ്ലൈറ്റുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആയാലും നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും. നാട്ടിലായാലും വിജയൻ്റെ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പോകുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ പോവുക. അപ്പോൾ അവിടെ ആയാലും ഇവിടെ ആയാലും പ്ലെയിനും പ്ലെയിൻ ഗ്രൗണ്ടും ഞങ്ങൾക്ക് തമ്മിലൊരു ആത്മബന്ധം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എമിറേറ്റ്സ് ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതീകമാണ്. അവിടെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷവും പിന്നെ ഞങ്ങളുടെ അപ്പ ജോലി ചെയ്യുന്നത് എമിറേറ്റ്സിലായതുകൊണ്ട് നമ്മളുടെ അന്നം തരുന്നൊരു കമ്പനിയാണത്. അപ്പോൾ ആ കമ്പനിയോടുള്ള സ്നേഹവും ഈ രാജ്യത്തോടുള്ള സ്നേഹവും നമുക്ക് എന്നും ഉണ്ട്. അപ്പോൾ അതൊരു പ്രതീകമായിട്ട് കാണുമ്പോൾ ഞങ്ങൾ മോനായാലും മോളായാലും പറയുന്നത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നു. അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ദുബായിൽ എല്ലാ റോഡുകളും ഇതുപോലെ തന്നെ മനോഹരവും വൃത്തിയും അടുക്കും ചിട്ടയും ഉള്ളത് തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് അബുദാബിയിലോട്ട് പോകുന്നത് ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ്. അത് ദുബായിലെ മെയിൻ റോഡുകളുടെ ഒരു റോഡാണ്. ആ വഴിയാണ് നമ്മൾ അബുദാബിയിലോട്ട് പോകുന്നത്. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ടോളും ഒക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലെ പോലെയുള്ള കൂടുകളോ പ്രഹസനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. സാലിക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ വണ്ടിയിൽ നാട്ടിലെ പോലെ തന്നെ
ഫാസ്റ്റാഗിൻ്റെ പോലെ തന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സാലിക്ക് വഴി കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ പൈസ ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളറിയില്ല സാലിക്ക് എങ്ങനെയാണ് അത് ഒരു വളരെ കോമ്പാക്റ്റ് ആയിട്ടൊരു ഫോമിലാണ് അവരത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ബഹളങ്ങളോ തിക്കും തിരക്കുകളോ ഒന്നുമില്ല. നമ്മളതിൽ സുഗമമായി കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കുന്നതിനനുസരിച്ചുള്ള സുഗമമായ യാത്ര ദുബായിലെ ഏതൊരു ഭാഗത്തായാലും, എനിക്ക് തോന്നുന്നു UAE തന്നെ ഏതൊരു ഭാഗത്തായാലും നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടാക്സ് നമുക്ക് തന്നെ തിരിച്ച് അതിൻ്റെ അത്രയും മൂല്യത്തോടെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രാജ്യം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ ഷെയ്ഖ് സായദ് റോഡിലോട്ട് കടക്കും. നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മഴയിൽ ഇതുപോലെയുള്ള ടണലുകൾ, ഇപ്പോൾ നമ്മൾ ടണലിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ടണലുകളിൽ വെള്ളം കയറി നിന്നിട്ട് ഒത്തിരി വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. ആളുകൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്താനായിട്ട് പരമാവധി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ ടണലുകളിലൊക്കെ വെള്ളം കയറി യാത്ര ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. കാര്യം അത് UAEയിലെ ഒരു ദിവസത്തെ മഴയാണ്. ഇതുപോലെ മഴ 2-3 ദിവസം നീണ്ടു നിന്നാൽ ഈ രാജ്യത്തിന് താങ്ങാൻ പറ്റില്ല. അത് കാരണം എനിക്ക് തോന്നുന്നു മഴ അത്രയും പ്രതീക്ഷിക്കാത്തൊരു രാജ്യമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം നമുക്കിനി വരുന്ന ആഴ്ചയിലും മഴ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു തുടർക്കഥയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം ഈ സിറ്റി അത്രയും മനോഹരമായി കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം കടമയുമാണ്. കാരണം ദുബായ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഒപ്പം നിലനിർത്തേണ്ടത് അവരുടെ അത്രയും റെസ്പോൺസിബിലിറ്റികളിൽ ഒന്നായതുകൊണ്ട് അവരതിനുള്ള പ്രിക്കോഷൻസ് എന്തായാലും ദ്രുതഗതിയിൽ തന്നെ ചെയ്യുമായിരിക്കും. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഈ ഷെയ്ഖ് സായദ് റോഡിൻ്റെ 2 വശത്തും കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ മോഡലുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ തന്നെ ഏകദേശം സാമ്യമുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇതാണ് ടണലുകൾ. ഇതുപോലുള്ള ടണലുകൾ എന്ന് പറയുമ്പോൾ ഇത്തിരി താഴ്ചയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് വെള്ളം കയറി അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. മെട്രോ സ്റ്റേഷനുകളായാലും നമുക്കിതുപോലെ ടണലുകളിലൂടെ കടന്നു പോകുന്ന മെട്രോ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ആ മെട്രോ ലൈനുകളിലും ഒത്തിരി ബുദ്ധിമുട്ട് വേണ്ടി വന്നു. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ 1 മാസം 2 മാസം സമയം എടുത്തിട്ടല്ല, അത്രയും ആ ഒരു ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവർ വിത്തിൻ ഡേയ്സിലാണ് അവർ എല്ലാം ശരിയാക്കി പുനരാരംഭിച്ചത്. അപ്പോൾ അത്രയും ഫാസ്റ്റാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വട്ടത്തിലുള്ള ബിൽഡിംഗ് കാണുന്നില്ലേ, അതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിനെയും ഇന്നോവേഷൻസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിനകത്ത്. എസ്പെഷ്യലി പ്രധാനമായിട്ടും റോബോട്ടിക്സും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെയാണ് അതിനകത്ത് കേട്ടോ. ഞാനിതുവരെ അതിനകത്ത് പോയിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു കണ്ണിൻ്റെ ഷേപ്പിലാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അതിന് എഡ്ജസോ കോർണേഴ്സോ ഒന്നുമില്ലാത്ത അത്ര അത്യാവശ്യം ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ആണത്. അങ്ങനെയാണ്. ഈ ഷെയ്ഖ് സായദ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മനോഹരമായ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു മുഖം തന്നെയാണത്. ഒരു പ്രത്യേക വൈബാണ് അതിലൂടെ കടന്നു പോകുമ്പോൾ. പിന്നെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ടുള്ള ഇപ്പോൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, പിന്നെ ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ് നമുക്ക് പോണ വഴിയിൽ കാണാം, അത് അത്ര ക്ലോസ് അല്ല. പിന്നെ ദുബായ് ഫ്രെയിം നമുക്കും അതും അത്ര ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദുബായിയുടെ അട്രാക്ഷൻസ് ഉള്ള ഒരു റോഡാണ് കേട്ടോ ഇത്. ബുർജ് ഖലീഫ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. രാത്രിയിലൂടെ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അത് വേറൊരു വൈബാണ്. കാരണം ഫുൾ ലൈറ്റുകളാൽ അലങ്കൃതമാകുമ്പോൾ ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് അത്ര തന്നെ ബ്യൂട്ടിഫുൾ ആണ്. പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് കേട്ടോ നമുക്കിവിടെ കാണുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ പോലെയുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഈ റോട്ടിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ ഡിസൈനിൽ തന്നെയാണെങ്കിലും ഓരോരുത്തരും ഓരോ ആർക്കിടെക്ചേഴ്സും മത്സരിച്ചാണത് പണിത് വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നും. ഇനിയും പുതിയത് വരുന്ന ബിൽഡിങ്ങുകളുടെ ഡിസൈനുകൾ കാണുമ്പോഴും നമ്മൾ അതിശയിച്ച് പോകുന്ന ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഓരോ ബിൽഡിങ്ങിനും കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് ബുർജ് ഖലീഫ കാണാം. അങ്ങനെയാണ് അതിൻ്റെ എതിർവശത്തുള്ള ബിൽഡിങ്ങിലൂടെ
ആ ഒരു കൺസ്ട്രക്ഷൻ അവർ നടത്തിയിരിക്കുന്നത്. സമയം ഇതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു റൂട്ടിൽ രാത്രി വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6 to 8 എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്രയും ട്രാഫിക്കാണ്. നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും 6 വരി 6 വരി പാതയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദുബായിയുടെ ഒരു മെയിൻ ബിസിനസ് സാമ്രാജ്യം തന്നെ ഈ റോഡാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് തന്നെയാണ്. പലപ്പോഴും ജോലി കഴിഞ്ഞ് ഞാൻ ക്ലിനിക്കിൻ്റെ വാനിലാണ് വരുന്നതെങ്കിൽ സമയം അത്ര എടുത്തിട്ടാണ് നമ്മൾ നമ്മളുടെ മെട്രോ സ്റ്റേഷനിൻ്റെ അവിടേക്ക് എത്തുന്നത്. കാരണം ഇവിടെ സിഗ്നലുകളൊന്നും അങ്ങനെയില്ല. ട്രാഫിക് തന്നെയാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും മെട്രോയിലാണ് വരുന്നത്. മെട്രോയിലാകുമ്പോൾ പിന്നെ നമുക്ക് ട്രാഫിക് സിഗ്നൽ ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ കയറിക്കഴിഞ്ഞാൽ കൃത്യം 40 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് എത്തേണ്ട മെട്രോ സ്റ്റേഷനിൽ എത്തുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും മെട്രോയിലാണ് വരാറ്. ഒരുപാട് പേരും മെട്രോ തന്നെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ട്രാഫിക് കാരണം തന്നെയാണ്. മെട്രോയിലാണെങ്കിലും ആളുകൾക്ക് കയറാൻ പറ്റാതെ 1, 2, 3 മെട്രോകൾ കടന്നു വിട്ടിട്ട് വേണം നമുക്ക് ചിലപ്പോൾ ഒരു മെട്രോവിൻ്റെ അകത്തേക്ക് എൻ്റർ ആവാനായിട്ട്. അവിടെയും തിരക്ക് തന്നെയാണ്. എന്നാലും റോഡിലൂടെയുള്ള യാത്ര ഒരു 6 മണി തൊട്ട് 8 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് അത്രയും തിരക്ക് പിടിച്ച് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് പാലങ്ങളും അത്രയും ഈ ഒരു ദുബായിലെ റോഡ് കൺസ്ട്രക്ഷൻ അത്രയും ചെയ്തിട്ടാണ് ഇവർ ആ ഒരു തിരക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ അത്രയും പാടുപെടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് സിറ്റി സൈറ്റ് സീയിങ് ടൂറിസ്റ്റ് ബസ് ദുബായ് ആണ് കേട്ടോ. അത് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ബസ്സിൽ നമ്മളെ അവർ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബസ്സാണത്. അതിലൂടെയൊക്കെ ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് സഹിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ ഈ ബസ്സുകളൊക്കെ കാലിയായിട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതിനൊരു കാലാവസ്ഥ ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ് ചൂട്. അപ്പോൾ എപ്പോഴും ദുബായിലോട്ട് വരുന്നവരായാലും കാണാൻ ആഗ്രഹിക്കുന്നവരായാലും ക്ലൈമറ്റ് എപ്പോഴും നോക്കിയിട്ട് വേണം, ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്റ്റാറിൻ്റെ വാല് പോലെ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ആണ് ബുർജ് അൽ അറബ് എന്ന് പറയുന്നത്. ഇത് ജുമൈറ ബീച്ചിലെ ഒരു ഐലൻഡ് പോലെയായിട്ട്, ആ ഒരു ഐലൻഡിൻ്റെ ഉള്ളിലായിട്ടാണ് അതൊരു 7 സ്റ്റാർ ഹോട്ടലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു കൺസ്ട്രക്ഷനാണ് കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ. അത് ആ ഒരു ഐലൻഡ് പ്രദേശത്ത് അങ്ങനെ ഒരു ബിൽഡിംഗ് ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ എനിക്ക് അത്രയധികം അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളതിൽ നിന്ന് ഒത്തിരി ദൂരെ മാറിയിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണാമെന്ന് മാത്രം. അതിൻ്റെ അടുത്തോട്ട് പോകുന്തോറാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഭംഗിയും കൂടിക്കൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വളരെ ദൂരെ നിന്നാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തിരിയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വണ്ടികളും ബിൽഡിങ്ങും ഒക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ അത്രയധികം ക്ലോസ് ആക്കി അത് പറ്റുന്നില്ല. എന്നാലും നിങ്ങൾക്കതിൻ്റെ ഒരു ഷേപ്പ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആ വഴി കടന്നു പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളുടെ അടുത്തൊരു നിരയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻസ് തന്നെയാണ് കേട്ടോ ഈ വഴിയിലുള്ളത്. അങ്ങനെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ജോലി ചെയ്തിരുന്നത് ദുബായിയുടെ ഒരറ്റത്താണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ദുബായിയുടെ ഒരറ്റത്തോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ഒരുപാട് സമയം യാത്ര ചെയ്തു. ഞാനപ്പോൾ ഇതുപോലെയുള്ള മെയിൻ പോയിൻറ്റ്സും മെയിൻ ബിൽഡിങ്ങുകളുള്ള ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതല്ലാതെ ഈ ഒരു യാത്ര ഉടനീളം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഇടയിലൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്നും എത്ര പ്രാവശ്യം ഇതിലൂടെ കടന്നു പോയാലും മതിയാവാത്ത കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന കൂട്ടത്തിലുള്ള ഒരു ബിൽഡിങ്ങിലാണ്, ആ ബിൽഡിങ് കറക്റ്റായിട്ട് എനിക്കിതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ക്ലിനിക്ക്. അവിടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ജുമൈറ എന്ന് പറയും, JLT എന്നൊക്കെ പറയും. അതായത് കൂടുതലും ഇംഗ്ലീഷുകാർ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
ദുബായ് കഴിഞ്ഞ് വേറൊരു രാജ്യത്തെത്തിയതിൻ്റെ ഒരു ഭംഗിയാണ് അവിടെ. അവിടുത്തെ കൺസ്ട്രക്ഷൻസ് ആയാലും നമ്മളവിടെ കാണുന്നവരായാലും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മദാമ്മമാരും സായിപ്പുമാരും അങ്ങനത്തെ ഒരു ലോകം മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങുകളുടെ ഒരു കൂട്ടമായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് കാഴ്ചകളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള മറീന മാളുണ്ട്. അങ്ങനെ ഒരുപാട് മാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കവറി ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതൊരു ഫുൾ ഗാർഡൻ ആയിട്ടുള്ള നല്ലൊരു ഏരിയ, നല്ലൊരു സിറ്റിയാണ്. ഈ ദുബായിൽ കാണുന്ന ഒരുവിധം ഭംഗിയുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും നമുക്ക് കാണാൻ പറ്റും ഈ MR എന്ന് എഴുതിയിരിക്കുന്നത്. MR ബിൽഡേഴ്സിൻ്റെ അണ്ടറിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണുന്ന മനോഹരമായ ഒരുവിധം ബിൽഡിങ്ങുകൾ. പിന്നെ നമ്മൾ ബുർജ് ഖലീഫ, ഇതൊക്കെ ഈ കടന്നു പോകുന്നതാണ് ദുബായ് മറീന മോൾ എന്ന് പറയുന്നത്. ദുബായിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന ബുർജ് ഖലീഫ ആണെങ്കിലും ഫ്യൂച്ചർ മ്യൂസിയം ആണെങ്കിലും ദുബായ് ഫ്രെയിം ആണെങ്കിലും നമുക്ക് പുറത്ത് നിന്ന് കാണുന്നതിനായിട്ട് ആർക്കും ഒരു ഫീസ് നമ്മൾ കൊടുക്കണ്ട. ആ ഒരു കാഴ്ച തന്നെ അതിൽ വളരെ മനോഹരമാണ്. ബുർജ് ഖലീഫയൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ഓഫർ ഇടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഓഫർ വന്നപ്പോൾ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ ഉള്ളിൽ പോയിരുന്നു. 122 128 നിലയിൽ പോയി നമുക്ക് അവിടെ നിന്ന് ഉള്ള വ്യൂ കാണാം. അത് വളരെ ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയാണ് പോയത്. പക്ഷെ പകൽ എങ്ങനെയായിരിക്കും വ്യൂ എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് നമുക്കൊരു ബൈനോക്കുലർ പോലുള്ള ഒരു സംഭവമുണ്ട്. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതും കാണാൻ പറ്റും. അപ്പോൾ പകൽ വ്യൂവിൽ നിറയെ റിങ് പോലെയാണ് ഈ പാലങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കടന്നു പോകുന്നത്. രാത്രി ലൈറ്റുകളുടെ അത്രയും അതിമനോഹരമാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിലാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ടിക്കറ്റ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതിനൊക്കെ ഓഫറുകൾ വരുന്ന സമയങ്ങളുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് പോവാം. പിന്നെ ദുബായ് ഫ്രെയിം എനിക്കിതിൽ കാണാൻ പറ്റിയില്ല. ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലഘട്ടത്തിലെ ദുബായ് പുതിയ കാലഘട്ടത്തിലെ ദുബായും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലും കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് പോവാണ്. ഇനി നമ്മൾ പതുക്കെ അബുദാബിയിലോട്ട് കടക്കും. നമ്മൾ വിചാരിക്കും ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മരുഭൂമിയാണെന്നല്ലേ. മരുഭൂമികളുണ്ട്, ഇഷ്ടംപോലെ മരുഭൂമിയുള്ള ഭാഗങ്ങളുണ്ട്. പക്ഷേ പച്ചപ്പും അതുപോലെയുള്ള രാജ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ മഴ കുറഞ്ഞ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഉള്ള ഒരു പച്ചപ്പിനെ ആ ഒരു ഗ്രീനറീനെ അവർ അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ നനകളായാലും കൊടുക്കേണ്ട വളങ്ങളായാലും അവരത്രയും പരിപോഷിച്ച് തന്നെയാണ് ഓരോ ചെടീനെ ഇവിടെ നട്ടു വളർത്തുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇവിടെ നിന്ന് ഒരു മരം മുറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആ മരം മുറിച്ച് കളയില്ല. അതിന് ക്രെയിൻ പോലുള്ള സംഭവം കൊണ്ടുവന്ന് അത് എത്ര വലിയ മരമാണെങ്കിലും അതിനെ കടയപ്പാടെ അതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ മാക്സിമം അതേപോലെ തന്നെ പിടിച്ചെടുത്ത് അതിനെ വേറൊരു സ്ഥലത്ത് കുഴിയുണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ച് നട്ട് നനയ്ക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെടിയെ പോലും ഇവർ വേസ്റ്റാക്കി കളയില്ല. കാരണം ഇല്ലാത്തവർക്കാണല്ലോ അതിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരുന്ന ഓരോ ചെടിയും ഓരോ മരവും അവർക്ക് അത്രയും വിലപ്പെട്ടതാണ്, അത്രയും പ്രഷ്യസ് ആണ്. പലപ്പോഴും നമുക്ക് കാണാം ഇങ്ങനെ വലിയ മരങ്ങൾ റോട്ടിലിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത് കാണാം, വീണ് കിടക്കുന്നത് കാണാം. അതിന് പക്ഷേ വേരുകളെല്ലാം ഉണ്ടായിരിക്കും. അത് അവർ ഇനി അതിനെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നടും. നമ്മുടെ മെട്രോ ഇങ്ങനെ ഒരു തേരട്ട പോകുന്ന പോലെ ഇങ്ങനെ മെട്രോ ലൈനിൽ പോകുന്നതാണ് കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഒരു നൂല് പോലെയാണ് മെട്രോ പോകുന്നത്. അതും ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഷെയ്ഖ് സായദിലൂടെ കടന്നു പോകുമ്പോൾ മെട്രോ ലൈനും മെട്രോയും ആ ബിൽഡിങ്ങുകളും ഒക്കെ ഒരു രാജ്യം എങ്ങനെ ഡെവലപ്പ് ആവണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ. കാരണം വളരെ തീർത്തും മരുഭൂമിയായി കിടന്നിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇത്രയൊക്കെ കൺസ്ട്രക്ഷൻസും ഇത്രയൊക്കെ ഭംഗിയും അവരുണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് ഈ രാജ്യത്തിലെ ഭരണാധികാരികളോടുള്ള ഒരു നന്ദിയും കടപ്പാടും തന്നെയാണ് ഈ ഒരു ബ്യൂട്ടി ഭംഗി ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ദുബായ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം UAE ഉള്ള ഒരു ജോലി ചെയ്യാൻ വന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയും ദുബായിലാണെന്ന് പറയും. അപ്പോൾ UAE എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 7 എമിറേറ്റ്സുകൾ കൂടി ചേരുന്ന ഒരു രാജ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റുകളുണ്ട് എന്ന് പറയുന്ന പോലെ
7 എമിറേറ്റ്സുകൾ കൂടിച്ചേരുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അത് അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ, ഉമ്മൽ ഖുവൈൻ ഇങ്ങനെയൊക്കെയാണ് ആ എമിറേറ്റുകൾ. അപ്പോൾ നമ്മുടെ UAEയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബുദാബിയാണ്. അബുദാബിയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ എമിറേറ്റിൽ നിന്ന് ഓരോ എമിറേറ്റിൽ പോകാനായിട്ട് പ്രത്യേകം നമുക്ക് പാസ്പോർട്ട് കാണിക്കുകയോ വിസ കാണിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ നാട്ടിലായാലും നമ്മൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോകുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ അങ്കമാലി എത്തുമ്പോൾ നമുക്ക് കാണാം വെൽക്കം ടു സ്വാഗതം തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. അതുപോലെയൊക്കെ തന്നെ ഇവിടെ അബുദാബിയുടെ ബോർഡ് അല്ലെങ്കിൽ നമ്മൾ ഷാർജയിലോട്ട് കിടക്കുമ്പോൾ ഷാർജയുടെ ബോർഡുകൾ കാണാമെന്ന് തന്നെയുള്ളൂ. അതല്ലാതെ നമുക്ക് ഈ ഒരു എമിറേറ്റിൽ നിന്ന് അടുത്തൊരു എമിറേറ്റിലോട്ട് പോകാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫോർമാലിറ്റീസും ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ എറണാകുളം, തൃശ്ശൂരും, തിരുവനന്തപുരം, പാലക്കാടൊക്കെ റോഡിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെയും പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് നിയമങ്ങൾ ഇവിടെ വളരെ കർശനമാണ്. അത് ദുബായിനേക്കാളും ഇരട്ടി കർശനമാണ് അബുദാബിയിൽ. ഫൈൻ എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഫൈൻ വരും. അതിപ്പോൾ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഇപ്പോൾ എത്ര കാശുകാരായാലും പാവപ്പെട്ടവരായാലും ഫൈൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും റോഡ് നിയമങ്ങൾ എല്ലാവരും ഒരേപോലെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. കാരണം ഫൈൻ്റെ തുക എന്ന് പറയുന്നത് വലിയ തുകയാണ്. അതിന് ഭേദം ശ്രദ്ധിച്ച് പോകുന്നതാണല്ലോ. അപ്പോൾ ട്രക്കുകൾ പോകുന്ന വഴിയിൽ ട്രക്കുകൾ തന്നെ, കാറുകൾ പോകുന്നത് അത് സ്പീഡ് അനുസരിച്ച് കൊടുത്തിരിക്കുന്ന ട്രാക്കുകളിൽ തന്നെ ആണ് വണ്ടികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ദൂരം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹോൺ അടിക്കുന്ന ഒരു ബഹളം എവിടെ നിന്നും കേൾക്കില്ല. ആരെങ്കിലും ഈ പോകുന്ന വഴിയിൽ ഒരു ഹോൺ അടിച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും എന്താണെന്ന്. കാരണം ഇവിടെ അതൊരു പതിവല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഹോണടി, ബഹളം, ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് പോകുന്നു, പലർക്കും തോന്നിയ വഴിക്ക് പോകുന്നു, ട്രക്കുകാർ കാറിൻ്റെ ലൈനിലോട്ട് കയറിപ്പോകുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തും നടക്കും, അതുപോലെ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം യാത്രയുടെ ഇടയിൽ ഒരു ഹോണടിയോ ബഹളങ്ങളോ അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്കോ ഒന്നുമില്ല. നമ്മൾ യാത്ര തുടങ്ങുന്ന ആ ഒരു സ്പീഡ് ലിമിറ്റിൽ തന്നെ നമ്മളിങ്ങനെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഈ ദുബായിൽ നിന്ന് അബുദാബി വരെയുള്ള ഇത്രയും ഈ പറഞ്ഞല്ലോ ഈ ഒരു 150 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ അങ്ങനെ ഷാർപ്പായിട്ടുള്ള വളവുകളോ തിരിവുകളോ ഒന്നുമില്ല. ഏകദേശം തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിലും അത് വളരെ സുഖമായ യാത്രയാണ്. ഇപ്പോൾ റോഡിൻ്റെ കളർ മാറുന്നത് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ നമ്മൾ ബ്ലാക്കിൽ നിന്ന് ഒരു റെഡ് കളറിലോട്ട് മാറി. അത് ദുബായിൽ നിന്ന് അബുദാബിയിലോട്ട് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കേട്ടോ. നമ്മൾ ദുബായിൽ നമ്മുടെ ഈ നാട്ടിലെ പോലെ തന്നെ ബ്ലാക്ക് കളർ റോഡാണ്. അത് അബുദാബിയിലോട്ട് എത്തുമ്പോൾ ഒരു റെഡ് ബ്രൗൺ കളറിലോട്ട് മാറും. അബുദാബിയിൽ ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച എല്ലാ റോഡിലും അങ്ങനെയല്ല. ചില റോഡ് ഈ കളറും ചില റോഡ് ബ്ലാക്കുമാണ്. എന്തായാലും ആ കടന്ന് ക്രോസ് ചെയ്ത് വരുന്ന ആ ഒരു ബോർഡറിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ അബുദാബിയിലോട്ട് കടന്നു എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ റോഡിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അബുദാബി എന്ന് പറയുന്നത് നമ്മളുടെ UAEയുടെ ക്യാപിറ്റലാണ്. ഒരു വലിയൊരു എമിറേറ്റ് തന്നെയാണ് അബുദാബി എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടനും ചേച്ചിയും ഇവിടെ സെറ്റിലായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ. ഈ ഒരു കാണുന്നത് ഇങ്ങനെ മരുഭൂമി പോലെ കാണുന്ന ഒരു മണൽ പ്രദേശം പോലെ കാണേണ്ട സ്ഥലങ്ങളായിരുന്നു. പക്ഷേ കഴിഞ്ഞ മഴ പെയ്തതിൻ്റെ ഒരു പച്ചപ്പും അവിടെ ഇവിടെയായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റി കേട്ടോ. അതുകൊണ്ട് മരുഭൂമി മാറി ഇപ്പം അതൊരു പച്ച പിടിച്ച സ്ഥലങ്ങളായിട്ടാണ് കിടക്കുന്നത്. ചേട്ടനും ചേച്ചിയും താമസിക്കുന്ന സ്ഥലം അതൊരു വില്ലകളാണ് കേട്ടോ. നമ്മളവിടെ ഫുൾ ഫ്ലാറ്റുകളുടെ ഒരു ബഹളവും തിക്കും തിരക്കൊക്കെ ആണെങ്കിൽ ചേച്ചിയും ചേട്ടനും താമസിക്കുന്ന സ്ഥലം അബുദാബി എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അവരും താമസിക്കുന്നത്. അവിടെ ഫുൾ വില്ലകളാണ്. അതായത് നമ്മുടെ നാട്ടിലെ വീടുകളിൽ താമസിക്കുന്ന പോലെ നമ്മൾ മതിലും അതിൻ്റെ ഉള്ളിലൊരു വീട്, അടുത്ത ഒരു മതിൽ, അതിനകത്ത് വീട്, അങ്ങനെ. അപ്പോൾ നമുക്ക് ശരിക്കും നാട്ടിൽ ജീവിക്കുന്ന, നാട്ടിനേക്കാളും സെക്യൂറായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉള്ളൊരു രാജ്യത്ത് ജീവിക്കുന്ന ആ ഒരു സേഫ്റ്റിയോട് കൂടെ നല്ലൊരു വില്ലയിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ മുന്നിലൂടെ കാണുന്നത് എത്തിഹാദ് റെയിലാണ്. നമുക്കിവിടെ ഒരു റെയിൽവേ പദ്ധതി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ആ ഒരു റെയിൽ കടന്നു പോകുന്ന പാലമാണെന്ന് തോന്നുന്നു. ഈ എത്തിഹാദ് റെയിൽ എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. അത് എവിടെ നിന്ന് എവിടേക്കാണ് അതിൻ്റെ കണക്ഷൻ എന്താണെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആധികാരികമായി പറയാൻ എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.
അപ്പം ഇനി നമുക്ക് ഇനി ഈ യാത്ര ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അബുദാബിക്ക് ഏകദേശം ഒരു അടുത്ത് എത്താറാവാനായിട്ട് ഇനി സമയം, അബുദാബിയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയിൽ എത്താനായിട്ട് ഇത്തിരി സമയമുണ്ട്. ഈ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ തന്നെ ഒരു വിജനമായിട്ടും പിന്നെ ഓയിൽ ഫാക്ടറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ചേട്ടനും ചേച്ചിയും താമസിക്കുന്ന ആ ഒരു വില്ല സൈഡിലെത്തുമ്പോഴുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ നോക്കിയേ, ഈ സൈഡിൽ കാണുന്നില്ലേ ട്രക്കുകൾ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്ര വരിയായി എത്ര അടുക്കും ചിട്ടയോട് കൂടിയാണ് അവർ പോകുന്നത്. ഒരു ലൈൻ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് പോകുന്നത് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ ഇതുപോലെ ഒരുപാട് ട്രക്കുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടു. പക്ഷേ എന്നാലും ഒരു ലൈൻ അങ്ങനെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് റെക്കോർഡ് ചെയ്യാം. കാരണം നമ്മുടെ നാട്ടിൽ ഈ വലിയ ട്രക്കും തമിഴ് ലോറിക്കാരും ഏതിലെയാണ് കയറി വരാന്നുള്ളത് ഒരു പ്രതീക്ഷയില്ലാതെയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലത് പറ്റില്ല. എല്ലാവരും നല്ല അടുക്കും ചിട്ടയോട് കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നൊരു ക്ലിപ്പായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഏകദേശം അബുദാബിയുടെ തിരക്കുള്ള ഒരു ഏരിയകളിലേക്കൊക്കെ എത്തിത്തുടങ്ങി. നമ്മളെന്തായാലും ഈ തിരക്കുള്ള ഏരിയയിലല്ല, നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീടിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വീട്, മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് ഒരു 2 നില 3 നില അങ്ങനത്തെ വീടുകളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ അറബികളും ഒക്കെ താമസിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയ വില്ല പ്രൊജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെയാണ്. നമ്മൾ രാത്രി വന്ന് ഗേറ്റൊക്കെ പൂട്ടി, ഗേറ്റ് അടച്ചു, നമ്മൾ വാതിലടച്ചു, ഒരു ചെറിയ മുറ്റവും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ദുബായിൽ താമസിക്കുന്ന നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് നാട്ടിൽ വന്ന പോലത്തെ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ചുറ്റും അയൽവക്കത്തുള്ള വീട്ടുകാർ പല നാട്ടുകാരൊക്കെ ഉണ്ട്. എന്നാലും അവരൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് വർഷം ഇവിടെ ഉള്ളത് ആയതുകൊണ്ട് അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കക്കാർ, പിന്നെ നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് നമ്മൾ ഇത്തിരി നടന്ന് നീങ്ങി പോകണം. അപ്പോൾ അവിടെ വരെ പോയി വന്ന് പുറത്ത് പൈപ്പുണ്ട്, അവിടെ നമ്മൾ കാലൊക്കെ കഴുകി വീട്ടിൽ കയറുന്നു. പിന്നെ അവിടെ വീടുകളിൽ തന്നെ തക്കാളിയും ചെടികളും പൂക്കളും പച്ചമുളകും ഒക്കെ നട്ട് വളർത്തിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് വളരെ ശുദ്ധമായ വായുവാണ് ഇവിടെ. ഒരു നോയ്സ് പൊല്യൂഷൻസോ ഒരു എയർ പൊല്യൂഷനോ ഇവിടെ ഇല്ല. കാരണം ഇവിടെ വീടുകൾ, അവർക്കൊരു കാറ്, അങ്ങനെ അല്ലാതെ ഇതിനകത്ത് ബിസിനസ് സാമ്രാജ്യങ്ങളോ കെട്ടിടങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു തിക്കും തിരക്കുകളോ ശബ്ദ കോലാഹലങ്ങളോ ഒന്നുമില്ല. വളരെ ശുദ്ധമായ വായുവും വളരെ ശാന്തമായ ഒരു പ്രദേശവുമാണ് കേട്ടത്. അങ്ങനെ ദേ നമ്മൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിലെത്തി. ഇനി വീടിനകത്തേക്കുള്ള കാഴ്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന പോലെ ഫാമിലി പ്രൈവസിയിൽ ഒരു വീഡിയോ ആയിട്ട് ചെല്ലുക എന്ന് പറയുന്നത് എനിക്ക് വളരെ പേഴ്സണലി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ഇനി എപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എന്നിട്ട് സന്ധ്യയായപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഡെൽമ മാളിൽ പോകാമെന്ന്. അവിടെ അടുത്തുള്ളൊരു മാളാണ്. അപ്പോൾ 2 വണ്ടി എടുക്കണോ അതോ ഒരു വണ്ടി എടുത്താൽ മതിയോ എന്നുള്ള ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ ചേട്ടൻ്റെ വണ്ടിയിൽ എല്ലാവരും പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫ്രണ്ടിൽ കുട്ടികളൊന്നും ഇരുത്താൻ പറ്റില്ലല്ലോ, അപ്പോൾ ചേട്ടനും വിജയനും മുന്നിലിരുന്നു, ബാക്കി ഞങ്ങളെല്ലാവരും ബാക്കിൽ. അങ്ങനെ ഒരു തിക്കി ഞെരങ്ങി പോകുന്നതും ഒരു ഓർമ്മയല്ലേ. അപ്പോൾ അതും ഒരു സന്തോഷമാണ്. കാരണം എല്ലാവരും ഒരു വണ്ടിയിലാവുമ്പോൾ ചിരിയും ബഹളവും ഒക്കെ ഉണ്ടാവും. 2 വണ്ടിയിലാവുമ്പോൾ പിന്നെയും അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വണ്ടിയിൽ തന്നെ എവിടെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളങ്ങനെ ഡെൽമ മാളിലേക്ക് പോകുന്ന യാത്രയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെൽമ മാളിലെത്തി. അപ്പോൾ ഇവർ ബൗളിംഗ് കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളി കാണുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആദ്യം 4 കുട്ടികളായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ മോന് അവരെടുക്കുന്ന ആ ബോൾ എടുക്കാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര വെയിറ്റാണ്, അവനത് പൊന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് മാറിയിരുന്നു. അപ്പോൾ പകരം ചേട്ടനാണ് ഡിന്നിങ്ങളാണ് കളിക്കണമെന്ന് പറഞ്ഞ് കയറിയിട്ടോ. അപ്പോൾ ഈ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 4 പേരുടെ പേരും അവിടെ മുകളിലുള്ള മോണിറ്ററിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും കളിക്കാനുള്ള ഊഹം വരുമ്പോൾ അവർക്ക് കളിക്കാം. ഈ
ബോള് അവിടെ ആ ഒരു കാണുന്ന കൂട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കളിക്കുമ്പോൾ നമ്മുടെ ഷൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അവർ തരുന്ന ഷൂ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു മാറ്റിൽ അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ ഈ ബോൾ എടുത്തിട്ട് ഈ ഒരു ട്രാക്കിലൂടെ അവർ എറിയാണ്. അവിടെ തൊട്ട് മുന്നിൽ കാണുന്ന ഒരു വെള്ള കുറ്റി പോലെ കാണുന്നതാണ് പിൻസ്. അതിലെത്ര പിൻ അവർക്ക് അതുകൊണ്ട് വീണു എന്നുള്ളതാണ് അവരുടെ പോയിൻറ്റ്സ്. അപ്പോൾ ഇതുപോലെ ഈ ബോൾ ഇവർ ശക്തിയായിട്ട് എറിയും. അപ്പോൾ അവിടെ എത്ര പിൻ വീണു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പേരിൻ്റെ മുന്നിൽ ആ ആളുടെ പോയിൻ്റ് അവിടെ തെളിയും. അങ്ങനെയാണ് ഈ ഗെയിം. ഒരു നിശ്ചിത സമയമുണ്ട് നമുക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ 4 പേരും കളിച്ചു. അപ്പോൾ കളിയിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഡെന്നി അങ്കിൾക്കായിരുന്നു, ചേട്ടനായിരുന്നു പോയിൻ്റ്. അപ്പോൾ അങ്ങനെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ അവിടെ ഇത് കളിക്കാൻ പറ്റാത്തതിന് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് അവൻ്റെ ഗെയിമിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ മോൻ്റെ ഗെയിമിന് കയറ്റി. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നതാണ് അവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് കണ്ണിൽ ഒരു കണ്ണാടി പോലത്തെ ഒരു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൽ നോക്കിയിട്ട് ആ വരുന്ന കള്ളന്മാരൊക്കെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് തോന്നുന്നത് ഇപ്പോൾ അവൻ്റെ മുന്നിൽ അവിടെ ഇവിടെയൊക്കെ കള്ളന്മാർ നിൽക്കുന്നുണ്ട്, അങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന നമുക്ക് ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അവനത് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ആ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തു. അവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് നോക്കി ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് KFCയും മേടിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഇനി നാളെയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇനി നമുക്ക് ദുബായിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുള്ള ഭാഗം കാണാം കേട്ടോ. അപ്പോൾ തിരിച്ച് വീണ്ടും ഒരു 1-1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ച് വരുമ്പോൾ ഞാൻ ദുബായിലെ റോഡൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം നമ്മൾ അത്ര രാത്രി ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഫുൾ രാത്രിയായി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് ആ ഒരു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട വഴിയുടെ വൈബൊന്നും മാറി കാണാൻ പറ്റുക. അതൊരു വേറെ ബ്യൂട്ടി തന്നെയാണ്. പക്ഷെ നമ്മൾ പോരുമ്പോൾ അത്രയും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് പോരുന്ന വഴിയൊന്നും വീഡിയോ എടുത്തില്ല. അപ്പം ഞങ്ങളങ്ങനെ സേഫായിട്ട് തിരിച്ചെത്തി. എന്തായാലും കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവിടെ പോയിട്ട് ഫുഡും പിന്നെ ഞങ്ങൾ പുറത്ത് പോകലും പിന്നെ കുറേ നേരം സംസാരിച്ചിരിക്കലും വർത്താനവും കളിയും ചിരിയും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സിനിമ കണ്ടു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഒരു ദിവസം കടന്നുപോയി. അപ്പോൾ ഞങ്ങൾ സേഫായി ഇവിടെ എത്തി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.